ഹായ്, ഞാൻ അന്ന. ഹായ്, ഞാൻ പൊന്നി. ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. എന്നാൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. ഇന്ത്യ ഗേറ്റിന്റെ ശില്പി എഡ്വിൻ ലൂട്ടിൻസ് ആണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ശില്പി ജോർജ് വിറ്ററ്റ് ആണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ വീരമൃത്യു വരിച്ചവരുടെ സ്മരണയ്ക്കായി നിർമ്മിച്ചിരിക്കുന്നതിനാൽ ഇന്ത്യ ഗേറ്റിനെ ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നറിയപ്പെടുന്നു. 1911 ബ്രിട്ടീഷ് രാജാവായ ജോർജ് അഞ്ചാമൻ ഇന്ത്യ സന്ദർശിച്ചതിന്റെ സ്മരണയ്ക്കാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇവിടെ സ്ഥാപിച്ചത്. ബീഹാറിന്റെ ദുഃഖം കോസിയാണ്. ബംഗാളിന്റെ ദുഃഖം ദാമോദറാണ്. ഗംഗയുടെ പോഷക നദിയാണ് കോസി. ഹൂഗ്ലിയുടെ പോഷക നദിയാണ് ദാമോദർ. ആസാമിന്റെ ദുഃഖമാണ് ബ്രഹ്മപുത്ര. ഒഡീഷയുടെ ദുഃഖമാണ് മഹാനദി. എന്നാൽ ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലിയ രാജ്യം ചൈനയാണ്. എന്നാൽ ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ്. ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നത് റാഡ്ക്ലിഫ് രേഖയാണ്. എന്നാൽ ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്നത് മക്മോഹൻ ലൈനാണ്. എന്നാൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നത് ഡ്യൂറന്റ് ലൈനാണ്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്നത് പാക് കടലിടുക്കാണ്. ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്നത് കാശ്മീരാണ്. എന്നാൽ യൂറോപ്പിലെ കാശ്മീർ എന്നറിയപ്പെടുന്നത് സ്വിറ്റ്സർലാൻഡ് ആണ്. എന്നാൽ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശിലെ ഖജിയാറുമാണ്. എനിക്കിനി ഒന്നും പറയാനില്ല. അടുത്ത കാവിലെ പാട്ട് മത്സരത്തിനാണ്. ഓക്കെ.